സമയത്ത് എനിക്കുണ്ടായ ചികിത്സയും ഡോക്ടർമാരും മറ്റു നഴ്സുമാരും പരിചാരകരും ഒക്കെ എന്നെ ശുശ്രൂഷിച്ചതൊക്കെയാണ് ഓർക്കുന്നത് ഇപ്പോഴും. ഞാനൊരു പ്രമുഖനായതുകൊണ്ട് മാത്രമായിരുന്നില്ല. ഞാൻ എൻ്റെ രോഗത്തിൻ്റെ വലിപ്പം ഒന്നും അവർ അത്രത്തോളം എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വലിപ്പം ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ. കഴിഞ്ഞ ഒരു വർഷം മുൻപ് നമ്മുടെ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു, പാട്രോൾസ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ മൂവിയുടെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിലാണ് മമ്മൂട്ടിക്ക് ചെറിയൊരു അസുഖം വരുന്നത്. അങ്ങനെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു മമ്മൂട്ടിക്ക് എന്താണെന്നുള്ള രീതിയിൽ. അപ്പം അന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സൂചന പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കറക്റ്റ് വിവരം അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂട്ടിക്ക് ഇന്ന പോലെ രോഗമുണ്ടെന്നുള്ള കാര്യങ്ങൾ, ക്യാൻസറാന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഇപ്പം പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് പുള്ളിക്കൊരു രോഗമുണ്ട് എന്നുള്ള രീതിയിലാണ്. ആ സമയത്ത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ നമ്മളെ വിമർശിക്കുകയായിരുന്നു, ആവശ്യമില്ലാത്ത കഥകളൊക്കെ റീച്ചിന് വേണ്ടി ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിലാണ്. അതേസമയം തന്നെ മോഹൻലാൽ പോയിട്ട് ശബരിമലയിൽ പോയി മമ്മൂക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു വീഡിയോ ഉണ്ട്. അവിടെ പോയി അവിടുത്തെ ദേവസ്വം ബോർഡിലെ ഒരാൾ മമ്മൂക്കയുടെ പേരിൽ അർച്ചന നടത്തിയ കാര്യങ്ങളൊക്കെ അന്നത് ഭയങ്കര ഒരു ഇതായിരുന്നു, ഭയങ്കര ഇത്. സോഷ്യൽ മീഡിയയിൽ ആ ഒരു കോണ്ടാക്ട് ചെയ്യാത്തവരാരും ഇല്ലായിരുന്നു. ഓക്കെ, അന്ന് മോഹൻലാൽ എമ്പുരാൻ്റെ ഒരു റിലീസ് സമയത്ത് പ്രൊമോഷന് വേണ്ടി തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു വീഡിയോ വെച്ചായിരുന്നു, എനിക്ക് ജസ്റ്റ് ഒന്നേ. മോഹൻലാൽ சார் இங்க இப்போ சபரிமலைக்கு போயிட்டு மம்முட்டி சாருக்கு உடல் நலம் தேரணும் அப்படின்னு நீங்க பிரார்த்தனை பண்ணியிருக்கீங்க. ஸோ உங்களுடைய அந்த ஆழமான நட்பு பத்தி ஏதாவது சொல்லுங்களேன். அதுக்கு எதுக்கு சொல்லணும்? சபரிமலை போய் நான் அவருக்கு வேண்டிட்டு வீட்டிட்டு பூஜா அது அந்த தேவஸ்வம் போர்டில் யாராவது somebody leak that receipt to that place. அது எதுக்கு சொல்லணும்? இட்ஸ் ஆல் வெரி பர்சனல் இல்லையா? உங்களுக்காக ஒராளுக்கு ஒரு ப்ரே பண்ணுறது why should you tell? இல்லை, நிறைய பேர் பாருங்க, ஐ ப்ரே ஃபார் யூ എന്നിട്ട് அப்படியே வேற ஏதாவது பேசிட்டு இருக்கும். இஃப் ஐ ப்ரே ஃபார் யூன்னு சொன்னால் யூ மஸ்ட் ப்ரே இல்லையா? ஸோ அது மாதிரி என்னோட ஃப்ரெண்ட் அவர், என்னோட ஒரு பிரதர். ஸோ இட்ஸ் நத்திங் ராங். உங்களுக்காக நான் ப்ரே பண்ணலாம் சார். உங்களെ பார்த்தாൽ ഒരു ശബരിമല സ്വാമി മാറ്റി. ഓക്കെ, അപ്പം അന്ന് മോഹൻലാൽ പറഞ്ഞ മറുപടിയും കാര്യങ്ങളും അല്ലേ. അന്ന് ഏത് വിഷയം വന്നാലും മമ്മൂട്ടിയുടെ കാര്യം എടുത്തിടുമായിരുന്നു. ഒരു ദിവസം മോഹൻലാൽ നേരെ ചൂടാവാൻ ചെയ്തതാണ്, അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം എന്നുള്ള രീതിയിലാണ്. ഓക്കെ, എന്നാലും ഇന്നലെ മമ്മൂട്ടി പറഞ്ഞ ആ ഒരു വാക്യം കൂടെ നമുക്ക് കേൾക്കാം. പിന്നെ അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ സംസാരം കേട്ടിരിക്കാൻ തന്നെ ഒരു രസം തന്നെ. ഞാൻ നല്ല ഡൈഹാർട്ട് കുഞ്ചക്കമ്മനും ഈ പറയുന്ന മോഹൻലാൽ ഫാനാണെങ്കിലും എനിക്ക് മമ്മൂട്ടിയുടെ പ്രസംഗം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പുള്ളിയുടെ തമാശയും കാര്യങ്ങളൊക്കെ. ഓക്കെ, ബാക്കിയും കൂടെ വെക്കാം. ഞാനത് പറയുക, ഡോക്ടർമാരും രോഗികളുമായിട്ടുള്ള ബന്ധം. ഒരു ഡോക്ടർ എന്നോട് ഒരു സങ്കടം ഒരു നെഗറ്റീവായിട്ടൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. കേൾക്കുമ്പോൾ പേര് കൊണ്ട് പേടിപ്പിക്കുന്നതാണെങ്കിലും അവരെന്നെ ഒന്നും പറഞ്ഞ് പേടിപ്പിച്ചിട്ടില്ല. അല്ല, ഞാൻ ആരും രോഗി എന്ന നിലയിൽ പറയുകയാണ്. അപ്പോൾ ഒരു ഹൃദയം മാറ്റി വയ്ക്കാൻ ഒരു രോഗിയോട് പറയുമ്പോൾ എനിക്ക് എന്താ പറയുക, ഞാൻ എൻ്റെ ഹൃദയം എടുത്ത് തരും. അല്ലെങ്കിൽ ചങ്കെടുത്ത് കാണിച്ച ചെമ്പത്തി പോവാണെന്നൊക്കെ നമ്മൾ എന്ത് നിസ്സാരമായിട്ടാണ് പറഞ്ഞത്. ചങ്ക് എടുത്ത് നോക്കിയാലേ അറിയുള്ളൂ എൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ പലരും നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ വല്ല മൃഗങ്ങളെയൊക്കെ കണ്ടതല്ലാതെ മനുഷ്യൻ്റെ ഹൃദയമൊന്നും നമ്മൾ അടുത്ത് കണ്ടിട്ടുണ്ടാവുന്ന ഡോക്ടർമാരല്ലാതെ വേറെ ആരും. വേണമെങ്കിൽ ഒരു ഓപ്പറേഷൻ കാണാൻ വേണ്ടി ഒരു ആങ്സൈറ്റിയോ എക്സൈറ്റ്മെൻറ്റോ കൊണ്ടുപോയി കാണുന്നവരല്ലാതെ ഇങ്ങനെ കയ്യിൽ നിൽക്കുമ്പോൾ ഇത് തുടിക്കുന്നുണ്ടാവുമല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ ജീവനോടെ നമ്മൾ ഈ എല്ലാവരും ഇരിക്കുന്ന ആൾക്കാരുടെ ഹൃദയങ്ങളെല്ലാം തുടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഹൃദയത്തിനെ കുറച്ചു നേരം, എനിക്ക് തോന്നുന്നത് ഹൃദയത്തിനെ മരിപ്പിച്ചിട്ടായിരിക്കണം കുറേ നേരം ഇത് മാറ്റി വയ്ക്കുന്നത്. അല്ലേ ഡോക്ടറെ? അതെ, പൂർണ്ണമായിട്ട് നമ്മൾ എന്നിട്ട് അത് മുറിച്ച് മാറ്റിയിട്ട് വേറെ ഹൃദയത്തിലേക്ക് എടുത്ത് വയ്ക്കുന്ന ആ പ്രക്രിയ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ സമയത്ത് രണ്ട് രോഗികളും എടുക്കുന്ന ആൾ ഏതായാലും മരിക്കാനുള്ളതാണ്, പക്ഷെ വെക്കാനുള്ള ആളും അതേപോലെ അയാളുടെ ഉള്ള ഹൃദയവും മുറിച്ച് മാറ്റുന്നുണ്ട്. അല്ലെ, എത്രത്തോളം എന്തൊക്കെയോ പറയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ചത്താപ്പച്ച എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടായിരുന്നു ഈ അടുത്ത സമയത്ത് ഇറങ്ങി. അതിനകത്ത് മമ്മൂക്ക ഒരു ഗസ്റ്റ് റോൾ ആയിട്ടുണ്ടായിരുന്നു. ആ പടത്തിനകത്ത് പുള്ളി നല്ല ക്ഷീണിച്ചിട്ടായിരുന്നു. ഗസ്റ്റ് റോൾ ആണെങ്കിലും എന്താ പറയുക, കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ഇതുണ്ടായിട്ടില്ലായിരുന്നു. മമ്മൂട്ടി എന്തോ ഒരു കുറവുകൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ രോഗം വന്നതിന് ശേഷമുള്ളതായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ലാലേട്ടനും മമ്മൂട്ടിയായിട്ടുള്ള ആ ഒരു പടത്തിൽ തന്നെ പുള്ളിക്ക് പാതി വെച്ച് ഷൂട്ട് നിർത്തേണ്ടി വന്നു. പിന്നെ ഇതെല്ലാം രോഗമെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ബാക്കി സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്ലൈറ്റിനകത്തൊരു സ്റ്റണ്ടുണ്ട്, അതാണെന്ന് തോന്നുന്നു. പക്ഷെ അതിനകത്ത് നമുക്ക് ആളിച്ചിരി എനർജിക്കിട്ടൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, എന്ത് ഭാഗങ്ങളാണെന്ന് എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയാം. പക്ഷെ നമ്മൾ സങ്കല്പിച്ച് നോക്കിയാൽ അതിന് കൈവിറയ്ക്കാതെ ചെയ്യുന്ന ഒരു ചെറിയ കൈപ്പിഴ പോലും ഒരു ജീവൻ നഷ്ടപ്പെടുത്തി കളയാം. ഒരു കൈപ്പിഴ, ഒരു വിറവല്, ഒരു തുമ്മല്, ഒരു ദീർഘശ്വാസം പോലും നമ്മുടെ പ്രിസിഷൻ മാറിപ്പോകും. അത്രത്തോളം സൂക്ഷിച്ച് ജീവൻ തയ്ച്ചു കയറ്റുന്ന വലിയ വലിയ സാഹസികരാണ് ഈ ഡോക്ടർമാർ.
എല്ലാത്തരം ശസ്ത്രക്രിയയും ഞാനിങ്ങനെ പറഞ്ഞു. പക്ഷേ ഹൃദയം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമല്ലേ. ഹൃദയമില്ലെങ്കിൽ ഇല്ല. ഹൃദയമില്ലാത്ത മനുഷ്യരുണ്ട്, പക്ഷേ ഹൃദയം പ്രവർത്തിക്കാത്ത മനുഷ്യനായിട്ട് ജീവിച്ചിരിക്കാൻ പറ്റില്ല. ഇത് 12 പേർക്ക് ഹൃദയം മാറ്റിവെച്ച, സാധാരണ നമ്മുടെ ഈ സർക്കാർ ആശുപത്രിയിൽ ആളുകൾ പോകുന്നില്ല, പ്രൈവറ്റ് ആശുപത്രിയിലേ പോകുള്ളൂ. അവിടെയൊന്നും ഹൃദയം മാറ്റിവെക്കാൻ പറ്റില്ല. ഒരു ഹൃദയം എടുത്ത് മാറ്റി വെച്ചിട്ട് 2 സങ്കടം ഉറങ്ങും, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരാണ്. പക്ഷേ അതൊന്നും സത്യമല്ല കേട്ടോ. ഇവിടെ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകുന്നതും സൗകര്യത്തിന് വേണ്ടി പോകുന്നതെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് സൗകര്യക്കുറവൊന്നും മറ്റു ഹോസ്പിറ്റലിലോ ഡോക്ടർമാരുടെ ചികിത്സയിലോ ഒന്നും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഞാനും ഇത് ഒരു തൊഴിൽ ചെയ്യുന്ന ആളാണ്. എന്നെ ഒരു സിനിമയ്ക്ക് ബുക്ക് ചെയ്യാമെന്ന ആളോട്, അല്ലെങ്കിൽ ഞാൻ അഭിനയക്കുറിച്ചുകളെ ഞാൻ ഉഴപ്പിക്കളയെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല. എനിക്ക് അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ, നമ്മുടെ സുഹൃത്താണ് എൻ്റെ പ്രൊഡ്യൂസർ, നിങ്ങൾ നന്നായിട്ടൊന്ന് അഭിനയിച്ച് കൊടുത്തേക്കണേ എന്നൊന്നും പറയേണ്ട കാര്യം എന്നോടില്ല. എൻ്റെ ജോലിയാണ്, അതിനെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യും. അത് തന്നെയാണ് എല്ലാ ഡോക്ടർമാരും ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് മാത്രം ഒരു കോണ്ടന്റ് ആയിട്ട് മാത്രമല്ല, ജസ്റ്റ് ഒന്ന് സംസാരിക്കണമെന്ന് തോന്നിയായിരുന്നു. ആ സമയത്തൊക്കെ മോഹൻലാലിനെ വിമർശിച്ച ആൾക്കാരും ഉണ്ടായിരുന്നു. ഇയാളാണ് എന്തുവാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എമ്പുരാൻ പടത്തിനെതിരെ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് കമന്റിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവൻ ഊടായ്പാണെന്നുള്ള രീതിയിലൊക്കെ. ആ ഒരു വീഡിയോയുടെ താഴെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ആദ്യം ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഞാൻ ആ ഒരു പോയി ക്ലിപ്പ് എടുത്തുകൊണ്ട് വന്നത് ഞാൻ. ഓക്കെ, അവർ തമ്മിലുള്ള സൗഹൃദവും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ ഫാൻസുകാർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആ ഒരു രീതിയിൽ തന്നെ. ഈ അടുത്ത സമയത്ത് ആ ഒരു മൂവി ഇറങ്ങിപ്പോൾ മോഹൻലാലിൻ്റെ കൂടെ ആ ഒരു മൂവി ഇറങ്ങിയപ്പോൾ തന്നെ മോഹൻലാലിന് നല്ല റോള് കൊടുത്തില്ലെന്ന് പറഞ്ഞിട്ടുള്ള രീതി. എങ്ങനെയായാലും ഇവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്കാച്ചി അങ്ങനെ ഉണ്ടാകുന്ന വിളിക്കുക, അത്രയ്ക്ക് നല്ല സൗഹൃദമാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തൊരു കോണ്ടന്റ് മാത്രമേ ഉള്ളൂ. ബൈ, ലവ് യു ഓൾ ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.